ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു കഥയാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ കഥയുടെ ലാസ്റ്റ് എനിക്കൊരു മെസ്സേജും തരാനുണ്ട്. നിങ്ങൾ മെസ്സേജിനെ കുറിച്ച് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, എനിവേ കഥയിലോട്ട് പോകാം. പണ്ട് റഷ്യക്കാർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത് സ്പേസ് റിസർച്ചിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് മനുഷ്യനെ വിട്ട് സ്പേസിൽ വിട്ട് പരീക്ഷിക്കാൻ ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. സോ അവർ ആദ്യം തന്നെ മൃഗങ്ങളെ ആദ്യം വിട്ട് പരീക്ഷിക്കാം, അത് കഴിഞ്ഞിട്ട് മനുഷ്യനെ വിടാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ സോവിയറ്റ് യൂണിയൻകാർ ആദ്യം തന്നെ മോസ്കോ തെരുവുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് 5 പട്ടികളെ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ലൈക്ക പറഞ്ഞ പേരുള്ള ഒരു ഫീമെയിൽ ഡോഗ്, 3 വയസ്സ് പ്രായമുള്ള 6 കിലോ വെയിറ്റ് വരുന്ന ഒരു ഫീമെയിൽ ഡോഗിനെ അവർ സെലക്ട് ചെയ്തു. അവർ എന്നിട്ട് ലാബിൽ കൊണ്ടുവന്ന് അവരുടെ റിസർച്ചിന് വേണ്ടി ആ ഡോഗിനെ യൂസ് ചെയ്യുകയാണ്. ആൻഡ് ഡോഗിന് നല്ല ഹാർഷ് ആയിട്ടുള്ള 1 മന്ത് ട്രെയിനിങ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോഗിനെക്കാട്ടിലും വലിപ്പം കുറഞ്ഞ കേജിലിട്ടും പിന്നെ ഫുഡിന് പകരം ജലാറ്റിൻ കൊടുത്തിട്ടൊക്കെയാണ് ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ ഡോഗിന് നല്ല ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരു നവംബർ 2-ന് 1957 നവംബർ 2-ന് ഡോഗിനെ അവരുടെ തന്നെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിൽ വിട്ട് ഡോഗിൻ്റെ ലാസ്റ്റ് ഡേ, ഭൂമിയിലുള്ള ലാസ്റ്റ് ഡേ ഫുള്ള് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഭൂമിയിലുള്ള ലാസ്റ്റ് ഡേ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ടെക്നോളജി അത്ര വളർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയ സ്പേസ് ക്രാഫ്റ്റിൽ അങ്ങോട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. തിരിച്ച് ആ ഡോഗിനെ കൊണ്ട് ഭൂമിയിലോട്ട് വരാൻ ഒരിക്കലും പറ്റത്തില്ല. സോ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിലാണ് ഈ ഡോഗിനെ ആദ്യമായി വിട്ട് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിനു മുമ്പും കുറേ മൃഗങ്ങളെ വിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും സ്പേസിൽ എർത്തിൻ്റെ ഓർബിറ്റ് വരെ പോയിട്ടില്ല. അത് ജീവനോടെ തന്നെ ഭൂമി വന്നിട്ടുമുണ്ട്. സോ ഇവർ ഈ ഡോഗിനെ വിടുമ്പോൾ 1 ടൈമാണ്, എന്ന് വെച്ചാൽ ടിക്കറ്റ് ഒരു തവണയേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് വരാനുള്ള ടിക്കറ്റൊന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഡോഗിൻ്റെ ലാസ്റ്റ് ഡേ ഭൂമിയിൽ നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി സയൻറ്റിസ്റ്റിൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ഡേ ഫുള്ള് അതിനെ വിടും. പിറ്റേ ദിവസം രാവിലെ എന്ന് വെച്ചാൽ 1957 നവംബർ 3 5:30 ഡോഗിന് സ്പേസ് ക്രാഫ്റ്റ് കയറ്റി അവർ വിടുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് വിടുന്ന ടൈമിൽ ഡോഗിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വളരെ കൂടുതലായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല നോർമൽ സ്റ്റേറ്റിൽ വന്നു. അത് കഴിഞ്ഞ് ഒരു 7 അവേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ഡോഗ് ഏകദേശം ഓർബിറ്റിൻ്റെ അടുത്ത് എത്താറായി. പകുതി യാത്ര കഴിഞ്ഞു. അപ്പോൾ ഓർബിറ്റിൽ എത്തിയ ആ ഡോഗിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കൂളിംഗ് സിസ്റ്റം ഫെയ്ഡ് ആയതോടെ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഹീറ്റ് കയറാൻ തുടങ്ങി. ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഹീറ്റ് കയറാൻ തുടങ്ങി. അങ്ങനെ ഡോഗിൻ്റെ ജീവൻ അവിടെ വെച്ച് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇതിൽ പറയണത് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ പറയുന്നത് ഇപ്പോഴും ആ ഡോഗിൻ്റെ ബോഡി ആ സ്പേസിൽ തന്നെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട് എന്നാണ്. എനിവേ ലൈക്കയ്ക്ക് അന്ന് ഉണ്ടായ ആ ഒരു അപകടം ഹ്യൂമൻ കാരണം ഉണ്ടായതാണ്. എന്ന് വെച്ചാൽ മിണ്ടാപ്രാണിയായ ഒരു ജീവിനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് വിടുകയാണ്, സ്പേസിലോട്ട് വിടുകയാണ്. അങ്ങനെ വിട്ട ആ ഒരു ഡോഗിന് അവിടെ അതിജീവിക്കാൻ പറ്റിയില്ല. ഓക്കെ, അവർക്കറിയായിരുന്നു പോയാൽ തിരിച്ചു വരില്ല എന്ന്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഇതെല്ലാം കാരണം എന്താ വെച്ചാൽ, ഈ സ്റ്റോറി ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞിടയ്ക്ക് ഒരു കേസ് നടന്നിരുന്നു. ഒരു പെണ്ണ് ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു ചേട്ടൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ആ ചേട്ടൻ കെട്ടി തൂങ്ങി മരിക്കുന്ന അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. എനിവേ അവരുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ യൂസിന് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ യൂസ് ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും. ആൻഡ് അത് ഏറ്റവും വലിയ ബാഡായിട്ടുള്ള കാര്യമാണ്. ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ബാഡായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് എനിക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന്, ഈ സ്റ്റോറിയിൽ ആ സയൻറ്റിസ്റ്റുകാരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, അവരുടെ രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ് അവർ ആ ഡോഗിനെ യൂസ് ചെയ്തത്. അതേപോലെ ഇവിടെ ആ ചേച്ചിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് ലൈക്ക് കൂടണം, അങ്ങനെ ഭയങ്കര വൈറലാവണം എന്നുള്ള ആഗ്രഹം കാരണമാണ് ചേച്ചി വീഡിയോ എടുത്തിട്ടത്. പക്ഷേ അതൊരു മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമായി അല്ലേ. അതേപോലെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ വേറെ സ്റ്റോറീസ് ഉണ്ട്. ഓക്കെ, എനിവേ ഈ സ്റ്റോറിയിലൂടെ എൻ്റെ ഇവിടുത്തെ ഇതെല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.